KSTA ടെറ്റ് 3 പേപ്പറിൻ്റെ മോഡൽ പേപ്പറിൻ്റെ അവസാനത്തെ സെക്ഷനാണിത്. അപ്പോൾ അതിൻ്റെ മാത്തമാറ്റിക്സ് പാർട്ട് തീരുന്നു. ഇതിനകത്ത് 9 ക്വസ്റ്റ്യൻസ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഏതാനും ചോദ്യങ്ങൾ അത് മാത്തമാറ്റിക്കൽ പെഡഗോജിയാണ്. അതിനൊരു വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല. ആൻസറിൽ തന്നെ അതിൻ്റെ ഒബ്ജക്റ്റീവ് ആൻസേഴ്സ് ഉണ്ട്. അതുകൊണ്ട് മാത്തമാറ്റിക്കൽ പാർട്ട് മാത്തമാറ്റിക്സ് പ്രോബ്ലംസ് കഴിയുന്നതോടുകൂടി ഈ ചോദ്യപേപ്പറിലുള്ള കാര്യങ്ങൾ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ ആദ്യത്തെ ചോദ്യം ഒന്ന് നോക്കാം. A solid cube of surface area 24 centimeter. A solid cube of surface area 24 centimeter. Surface area 24 centimeter square. Okay, ഇവിടെ ഒരു കറക്ഷൻ ഉണ്ടാവും. Centimeter square is sliced along the diagonal of the face to form two triangular prisms. യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഇങ്ങനെയാണല്ലോ. ഇതാണ് ക്യൂബിക്കൽ സോളിഡ് ക്യൂബ്. ഇതിൻ്റെ ഒരു ഫേസിലുള്ള ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒരു പ്രിസം താഴേക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരു പ്രിസം ഉണ്ടാകുന്നു. അങ്ങനെയുള്ളൊരു പ്രിസത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇതിൻ്റെ ചിത്രത്തിൻ്റെ ആവശ്യമില്ല, നമുക്കിത് ഇമാജിൻ ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളത്. ടോട്ടൽ സർഫസ് ഏരിയ ക്യൂബിൻ്റെ 24 ആയതുകൊണ്ട് 6 ഒന്ന് മനസ്സിൽ കാണാം. 6 a squared is equal to 24, a square is equal to 4, a is equal to 2. അപ്പോൾ ഒരു എഡ്ജ് 2 ആണ്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാക്കുന്ന പ്രിസത്തിൻ്റെ ആകൃതി ഇതുപോലെ ഇരിക്കുമല്ലോ. അപ്പോൾ ഇത് 2√2 ആണ് ശരിക്ക്. ഈ പ്രിസത്തിൻ്റെ താഴേക്കുള്ള ആ ഹൈറ്റ് എന്ന് പറയുന്നത് അത് 2 തന്നെയാണ്. അപ്പോൾ വാട്ട് ഈസ് ദ ടോട്ടൽ സർഫസ് ഏരിയ? ആദ്യം ഉണ്ടായിരുന്ന ക്യൂബിൻ്റെ സർഫസ് ഏരിയ 24 അതിൻ്റെ പകുതി നമുക്ക് ആവശ്യമാണ് 12. പക്ഷേ ആ 12 കൂടി വേറൊരു ഫേസ് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ആ ക്രോസ് സെക്ഷൻ മറ്റൊരു ഫേസായി മാറും. ആ ക്രോസ് സെക്ഷൻ മറ്റൊരു ഫേസായി മാറുന്നുണ്ടല്ലോ. അതിൻ്റെ ഏരിയ 2√2 × 2 ആണല്ലോ. അപ്പോൾ 12 + 4√2 എന്ന് കിട്ടും. അപ്പോൾ 4 + 4√2 എന്ന് പറയുന്ന ഇതാണ് ഓപ്ഷൻ. ഇത് നമ്മൾക്കൊരു ക്ലാസ്സിൽ പഠിപ്പിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആയാലും നമുക്കത് ഇമാജിൻ ചെയ്യാൻ സാധിക്കും. ഒരു ഡയഗ്രത്തിൻ്റെയോ ഒരു പടം വരയ്ക്കേണ്ട ആവശ്യം ഒന്നുമില്ല. ഇത് നടുവിലൂടെ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ആ ക്രോസ് സെക്ഷൻ ഒരു റെക്റ്റാങ്കിൾ ആയിരിക്കും. ആ റെക്റ്റാങ്കിളിൻ്റെ ഒരു സൈഡ് 2√2 മറ്റേ സൈഡ് 2 അതിൻ്റെ ഏരിയ 2√2 × 2. ആ ഏരിയ എവിടെയുണ്ട്? മറ്റത് ടോട്ടൽ സർഫസ് ഏരിയയുടെ ആദ്യം ഉണ്ടായിരുന്നതിൻ്റെ പകുതിയായ 12. അപ്പോൾ അങ്ങനെ നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കും. രണ്ടാമത്തെ ചോദ്യം നോക്കൂ. ഇതും സാധാരണ ഒരു ടെക്സ്റ്റ് ബുക്ക് ചോദ്യങ്ങൾ പോലെ തന്നെ ഇരിക്കുന്നു. സെമി സർക്കിളിനകത്ത് ഒരു കോഡ് വരച്ചിട്ടുണ്ട്. ആ കോഡിൻ്റെ ലെങ്ത്ത് 6 ആണ്. ആ മുകളിലുള്ള ആ ഭാഗത്തിൻ്റെ ഒരു ചെറിയ വരയുണ്ടല്ലോ, ആ വര പെർപെൻഡിക്കുലറായിട്ട് അത് 1 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെ എനിക്ക് ഡയമീറ്ററാണ് ചോദിച്ചേക്കണം. നമുക്ക് സ്വാഭാവികമായിട്ട് താഴേക്ക് ഇങ്ങനെ വരക്കണം. ഓക്കെ, അപ്പോൾ ഇതാണല്ലോ റേഡിയസ്. ഇത് 6 ആണെങ്കിൽ ഇത് r-1, ഇത് 3 ഇപ്പോൾ ഇവിടെ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യാതൊരു പ്രശ്നവുമില്ല. റേഡിയസ് ഈസ് ഈക്വൽ ടു 5 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഡയമീറ്റർ ഈസ് 10 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അതൊരു വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല. ഓക്കെ, അടുത്തത് ഏരിയ ഓഫ് ദ ലാർജസ്റ്റ് ട്രയാങ്കിൾ ദാറ്റ് ക്യാൻ ബി ഇൻസ്ക്രൈബ്ഡ് ഇൻ എ സെമി സർക്കിൾ ഓഫ് റേഡിയസ് 4 സെൻറ്റിമീറ്റർ. റേഡിയസ് ഓഫ് ദ ലാർജസ്റ്റ് ട്രയാങ്കിൾ, area of the largest triangle that can be inscribed in a semicircle of radius 4. സെമി സർക്കിളിനകത്ത് വരക്കാവുന്ന ഏറ്റവും വലിയ ട്രയാങ്കിൾ ഉണ്ടോ? ഈ ട്രയാങ്കിൾ ഉണ്ടോ? ആ ട്രയാങ്കിളിൻ്റെ ഏരിയയാണ് വേണ്ടത്. സെമി സർക്കിളിൻ്റെ റേഡിയസ് 4 ആണ്.
സെമി സർക്കിൾ ഓഫ് റേഡിയസ് 4. ഇത് 4 ആണെങ്കിൽ ഇതും 4 ആണ്. അപ്പോൾ ഇത് 8. ഓക്കെ, അപ്പോൾ ഈ ലെങ്ത്ത് രണ്ടും 8/√2, ദാറ്റ് ഈസ് 4√2. ഇതും 4√2 ആണ്. അങ്ങനെയാണെങ്കിൽ ഏരിയ 1/2 ഇൻറ്റു 4√2 ഇൻറ്റു 4√2. സെമി സർക്കിളിലെ ആംഗിൾ ആയതുകൊണ്ട് 90 ആണ് എന്നൊക്കെ നമുക്ക് കാര്യങ്ങൾ അറിയാവുന്നതാണ്. അപ്പോൾ ഇവിടെ കട്ട് ചെയ്ത് കളഞ്ഞാൽ ഇത് രണ്ടും ഇങ്ങനെ കട്ട് ചെയ്ത് കളയാം. ഇതിപ്പോൾ 16 എന്ന് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും, സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇങ്ങനെ എത്താനായിട്ട് സാധിക്കും. അടുത്തത് റേഷ്യോ ഓഫ് ദ റേഡിയസ് ഓഫ് ഇൻസർക്കിൾ ആൻഡ് സർക്കം സർക്കിൾ ഓഫ് അൻ ഇക്വിലാറ്റർ ട്രയാങ്കിൾ. ഇക്വിലാറ്റർ ട്രയാങ്കിൾ മനസ്സിൽ കാണുക. ഇൻസർക്കിൾ ഉണ്ട്, ഇവിടെ സർക്കം സർക്കിളും ഉണ്ട്. ഓക്കെ, ഇതിൻ്റെ റേഡിയസ് ആണ് വേണ്ടത്. ഇങ്ങനെ ഇത് റേഡിയസ് 6 ആണെങ്കിൽ, ഇൻസർക്കിളിൻ്റെ റേഡിയസ് 6 ആണെങ്കിൽ ഇങ്ങനെ വരച്ചാൽ 30, 60, 90 ട്രയാങ്കിളാണ്. അപ്പോൾ ഇത് 6 ആണെങ്കിൽ 30 ഡിഗ്രി ഇവിടെയാണല്ലോ. 30-ക്കെതിരെ 6 ആണെങ്കിൽ 90-ക്കെതിരെ 2R ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ആൻസർ എത്രയായിരിക്കും? 30-ക്കെതിരെ 6 ആണെങ്കിൽ മറ്റത് 90-ക്കെതിരെ 2R ആണല്ലോ. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ റേഡിയസ് ഓഫ് ദ ഇൻസർക്കിളും സർക്കിൾ സർക്കിളുമാണ്. അപ്പോൾ R:2R, അതായത് 1:2 എന്ന ആൻസറിലേക്ക് നമുക്ക് പെട്ടെന്ന് എത്താനായിട്ട് സാധിക്കും. അടുത്തത് 5ാമത്തെ ചോദ്യം. ഈ കാണുന്നൊരു പിക്ചർ, ഈ പിക്ചറിനകത്ത് 2 സർക്കിളുണ്ട്. അവിടെ ഒരു ഇക്വിലാറ്റർ ട്രയാങ്കിളാണ് വന്നിരിക്കുന്നത്. കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ആ ക്വസ്റ്റ്യൻ എഴുതിയിരിക്കുന്നത്. കാരണം ഈ സ്ലൈഡിൽ നിർത്താൻ വേണ്ടി അത് കുറച്ച് കട്ട് ചെയ്ത് ഇത് മാത്രം എഴുതിയേക്കണേണ് ഇങ്ങനെ. അപ്പോൾ ഇവിടെ നമുക്ക് ഇൻസർക്കിളിൻ്റെ റേഡിയസ് 6 എന്ന് നമുക്കിത് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യാം. സർക്കം സർക്കിളിൻ്റെ റേഡിയസ് മറ്റേ വലിയ സർക്കിളിൻ്റെ റേഡിയസ് 6 എന്ന് എഴുതാം. ചെറിയ സർക്കിളിൻ്റെ റേഡിയസ് r എന്ന് എഴുതാം. നമുക്കിത് ഇങ്ങനെ അങ്ങോട്ട് വരച്ചാൽ 2 ട്രയാങ്കിൾ കാണാൻ പറ്റും. അപ്പോൾ അപ്പോൾ ഇതുപോലെയാണല്ലോ കിട്ടുന്നത്. ഇതുപോലെ ഒരു ട്രയാങ്കിൾ നമുക്ക് കിട്ടും. ഇതുപോലെ ഒരു ട്രയാങ്കിൾ കിട്ടുന്നുണ്ട് അല്ലേ? ഓക്കെ, ഇത് ക്യാപിറ്റൽ R ആയിരിക്കും, ഇത് സ്മോൾ r ആയിരിക്കും. ഈ ക്യാപിറ്റൽ ആറും സ്മോൾ ആറും തമ്മിൽ, അതെ, സ്മോൾ സർക്കിളിൻ്റെ റേഡിയസും വലിയ സർക്കിളിൻ്റെ റേഡിയസും തമ്മിലുള്ള റേഷ്യോ ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ലെങ്ത്ത് എത്രയായിരിക്കും? ഇത് 6 ആണെങ്കിൽ ഇത് 2R ആണ്. ഓക്കെ, ഇക്വലാറ്റർ ട്രയാങ്കിളാണ്. ഇത് 30 ഡിഗ്രിയാണ്. തൊട്ട് മുമ്പ് കണ്ട ആൻസറിൽ പറഞ്ഞതുപോലെ 2R ആണ്. പിന്നെ അതിനുശേഷം ഇവിടെ ഒരു ചെറിയൊരു പാർട്ട് ഉണ്ടല്ലോ, 6 അല്ലേ? അതിനിപ്പുറത്ത് ക്യാപിറ്റൽ R ഉണ്ട്. ഓക്കെ, ഇവിടെ സ്മോൾ r ഉണ്ട് കണ്ടോ. അപ്പോൾ ആ സിമിലർ ട്രയാങ്കിളിൻ്റെ പ്രോപ്പർട്ടി, ആ 2 ട്രയാങ്കിളും റൈറ്റ് ട്രയാങ്കിളും സെയിം ആംഗിൾസ് ഉള്ളതാണ്. ദെർഫോർ ദ സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ് ചേഞ്ച് ഇൻ ദ സെയിം സ്കെയിൽ. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും വരുന്നത്? സെയിം സ്കെയിലിലാണ് അവിടെ ആ റേഷ്യോ വരുന്നതെങ്കിൽ നമുക്കിവിടെ പറയാം, ഇവിടെ നിന്ന് ഇവിടത്തോളം 2R, വലുതിൻ്റെ ഇതെത്രയാണ്? ഡിവൈഡഡ് ബൈ ഇവിടെ നിന്ന് ഇവിടത്തോളം 3R പ്ലസ് ക്യാപിറ്റൽ R, ഓക്കെ, ഇസ് ഈക്വൽ ടു സ്മോൾ r ബൈ ക്യാപിറ്റൽ R എന്ന് എഴുതാൻ സാധിക്കും. സിമിലാരിറ്റിയുടെ പ്രോപ്പർട്ടി. ഇവിടെ നിന്ന് ഇവിടത്തോളം, ഇവിടെ നിന്ന് ഇത്രയും ദൂരം എന്ന് പറയുന്നത് 2R ആണ്. ഇവിടെ ഒരു 2R ബൈ വലിയ ട്രയാങ്കിളിൻ്റെ സൈഡ്, ഇവിടെ നിന്ന് 2R പ്ലസ് R, 3R പ്ലസ് ക്യാപിറ്റൽ R ഇങ്ങനെ കിട്ടുന്നു. അപ്പോൾ നമുക്കിവിടെ ഈ R ഇങ്ങനെ ക്യാൻസൽ ചെയ്ത് കളയാമല്ലോ. അപ്പോൾ 2R ഇസ് ഈക്വൽ ടു, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 2R ഇസ് ഈക്വൽ ടു 3R പ്ലസ് R എന്നെഴുതാം. ഓക്കെ, 2R ഇസ് ഈക്വൽ ടു 3R പ്ലസ് R. R ഇപ്പുറത്തേക്ക് വന്നപ്പോഴേക്കും എന്താണ്? R ഇസ് ഈക്വൽ ടു 3R എന്നായി. അപ്പോൾ സ്മോൾ r ബൈ ക്യാപിറ്റൽ R ഇസ് ഈക്വൽ ടു, ഓക്കെ, 1/3
3 എന്നായല്ലോ. അതിൻ്റെ അർത്ഥം സ്മോൾ ആറും ക്യാപിറ്റൽ ആറും തമ്മിലുള്ള റേഷ്യോ 1:3 എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. 1:3 എന്ന് എഴുതാനായിട്ട് സാധിക്കും. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്കൊന്ന് കിടക്കാം. അടുത്ത ചോദ്യം ഇങ്ങനെയായിരിക്കും വരുന്നത്. ഇത് കുറച്ച് ലോജിക്കലി ആവശ്യമുള്ള ഒരു ഹയർ സെക്കൻഡറി ലെവലിൽ നിലവാരമുള്ളൊരു ചോദ്യമാണിത്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ കുറച്ച് എബവ് സ്റ്റാൻഡേർഡായ ക്വസ്റ്റ്യൻസിൽ പെടുന്ന ഒരു ചോദ്യമാണ് ഇപ്പം ഈ കാണുന്നത്. ഓക്കെ, ഇത് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? ഫിഗർ ഷോസ് എ സർക്കിൾ ഇൻസ്ക്രൈബ്ഡ് ഇൻ എ സ്ക്വയർ ആൻഡ് എ റെക്റ്റാങ്കിൾ ഇൻസ്ക്രൈബ്ഡ് ഇൻ എ സർക്കിൾ. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ? ഇതാണ് നമ്മുടെ വിഷയം. ഇവിടെ നമുക്ക് ഒരു ട്രയാങ്കിൾ കാണാൻ സാധിക്കും. ആ ട്രയാങ്കിൾ ഇങ്ങനെ ഒന്ന് മാറ്റി വരക്കട്ടെ. ആ ട്രയാങ്കിൾ ഇവിടെ 30 ഡിഗ്രിയാണ്. അപ്പോൾ ഇങ്ങനെ ഇതിങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇത് 15 ഡിഗ്രി, ഇവിടെ 15 ഡിഗ്രി എന്ന് കാണും. അപ്പോൾ ഈ നീളം, അപ്പോൾ അത് ഈ റെക്റ്റാങ്കിളിൻ്റെ നീളത്തിൻ്റെ പകുതിയാണ്. അപ്പോൾ ഈ നീളം എന്ന് പറഞ്ഞ് ഇവിടുത്തെ ഈ ലെങ്ത് എന്ന് പറയുന്നത് L/2-ഉം ഇത് B/2-വുമാണ്. L/2-ഉം B/2-വുമാണ്. അങ്ങനെയാണെങ്കിൽ സൈൻ 15 എന്ന് പറയുന്നത് B/2 കണ്ടോ, ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ ഈ നീളമാണല്ലോ. ഈ നീളമാണ്. അതായത് അത് എന്താണ്, ഈ സർക്കിളിൻ്റെ ഡയമീറ്റർ 3 ആണ്, ഡയമീറ്റർ 6 ആണ്. കണ്ടോ, ഇവിടെ ഇത് 6 ആണെങ്കിൽ ഈ സർക്കിളിൻ്റെ ഡയമീറ്റർ 6 ആണ്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? 3 എന്ന് പറയും. അതായത് നമുക്ക് കിട്ടുന്നത് B/2 is equal to എന്താണ്? 3 sin 15 എന്ന് കിട്ടുന്നു. B/2 is equal to 3 sin 15 എന്ന് കിട്ടുന്നു. അതുപോലെ തന്നെ L/2 is equal to 3 cos 15 എന്ന് കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് L/B? ഇതൊന്നും മായ്ച്ചു കളഞ്ഞാലേ ഇപ്പം ഇവിടെ ഒന്ന് കറക്റ്റ് ചെയ്യാം നമ്മൾ. അങ്ങനെയാണെങ്കിൽ L/B ഇവിടെ എഴുതാം കേട്ടോ. L/B എന്ന് പറയുന്നത് ഈ B/2 ഇൻറ്റു L/2. അപ്പം LB/4 ആണ്. അപ്പം എത്രയായിരിക്കും? 4 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു 9 ഇൻറ്റു സൈൻ 15 കോസ് 15 എന്നായി. സൈൻ 15 കോസ് 15 എന്നായി. അപ്പോൾ അത് കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എഴുതാം LB is equal to 9 ഇൻറ്റു 2 ഇൻറ്റു 2 സൈൻ 15 കോസ് 15 എന്ന് എഴുതാം. ഇത് 18 ഇൻറ്റു 2 സൈൻ എക്സ് കോസ് എക്സ്, 2 സൈൻ എക്സ് കോസ് എക്സ്, സൈൻ 2x എന്ന് പറഞ്ഞാൽ അവിടെ 15 ആണല്ലോ. 2 സൈൻ എക്സ് കോസ് എക്സ്, അപ്പോൾ 18 ഇൻറ്റു സൈൻ 30, ദാറ്റ് ഈസ് 1/2. ദാറ്റ് ഈസ് ഈക്വൽ ടു ആൻസർ ഈസ് 9. നമുക്ക് കൃത്യമായിട്ട് കിട്ടും. ഇത് ഹയർ സെക്കൻഡറിയിലാണ്. സൈൻ 2x ഇസ് ഈക്വൽ ടു 2 സൈൻ എക്സ് കോസ് എക്സ്, സൈൻ 2x ഇസ് ഈക്വൽ ടു 2 സൈൻ എക്സ് കോസ് എക്സ്. ആ ഒരു റിലേഷനാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അത് കൃത്യമായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യുന്നത്. അപ്പോൾ 9 എന്ന ആൻസറിലേക്ക് എത്താം. 9 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, അടുത്ത 7ാമത്തെ ചോദ്യം നോക്കുക. 7ാമത്തെ ചോദ്യവും ഹയർ സെക്കൻഡറി ടോപ്പിക് ട്രിഗണോമെട്രിയിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ചോദ്യമാണ്. ദ ഫിഗർ ബിലോ ഷോസ് ആൻ ഐസോസെലസ് റൈറ്റ് ട്രയാങ്കിൾ. അതായത് ഈ മുഴുവൻ ആംഗിൾ ഇതും
ഈ ആംഗിളും 45 ആണ്. അതിനെ ബൈസെക്റ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ ആംഗിള് 22.5 ആണ്. ഓക്കെ, 22.5 ആണ്. ഓക്കെ, വാട്ട് ഈസ് ടാൻ 22.5? ടാൻ 22.5 എത്രയാണെന്ന് മാത്രമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഈ പടമില്ലാതെ തന്നെ നമുക്ക് ടാൻ 22.5 ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ടാൻ 22.5 ആണ് വേണ്ടത് നമുക്ക്. 2 × 22.5 എന്ന് പറയുന്നതാണല്ലോ ടാൻ 45. ഓക്കെ, ആ റിലേഷൻ, ആ ഫോർമുല ആദ്യം എഴുതാം നമുക്ക്. അതായത് ടാൻ 2θ is equal to 2 tan θ by 1 minus tan square θ. ഇവിടെ തീറ്റ നമുക്ക് 22.5 ആയിട്ട് കണ്ടാൽ ഇവിടെ എന്ത് വരും? ടാൻ 45 വരും ലെഫ്റ്റ് സൈഡിൽ. 2 × 22.5, ദിസ് ഇസ് 1. അതായത് 2 tan θ ഈസ് 22.5. 2 tan θ by 1 minus tan square θ is equal to 1 എന്ന് വരും. കാരണം തീറ്റ 22.5 ആയതുകൊണ്ട് 2 tan 22.5 by 1 minus tan square 22.5 is equal to 1 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കൂ, ഇവിടെ ടാൻ തീറ്റയെ എക്സ് എന്ന് കണ്ടു കഴിഞ്ഞാൽ 2x by 1 minus x square is equal to 1. That is 1 minus x square is equal to 2x. That is x square plus 2x minus 1 is equal to 0. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എടുക്കാം. അതിനകത്ത് എക്സ് കാൽക്കുലേറ്റ് ചെയ്യുക. എക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് യഥാർത്ഥത്തിൽ ടാൻ തീറ്റയാണ് അല്ലേ? തീറ്റ എന്ന് പറഞ്ഞാൽ 22.5 ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന രണ്ട് എക്സ് വാല്യൂസും ഒന്ന് √2 മൈനസ് 1ഉം മറ്റത് √2 മൈനസ് √2 മൈനസ് 1ഉമാണ്. രണ്ടെണ്ണം കിട്ടും. ഈ 22.5 എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വാർട്ടറിലായതുകൊണ്ട് ടാൻ പോസിറ്റീവാണ്. അപ്പോൾ ഈ √2 മൈനസ് 1 എന്ന് പറയുന്നതാണ് നമുക്ക് അക്സെപ്റ്റബിൾ വാല്യൂ ആയിട്ട് വരുന്നത്. ഈ ഫിഗറിൽ നിന്നും നമുക്കിത് കണ്ടെത്താനായിട്ട് സാധിക്കുമേ. ഇത് ബൈസെക്ടർ ആയതുകൊണ്ട് കണ്ടോ, ഇത് കണ്ടോ, ഇത് ആംഗിൾ ബൈസെക്ടർ ആണിപ്പോൾ ഓരോന്നും 22.5 ആണ്. നമുക്ക് ഇതിൻ്റെ ടാൻ എടുത്തു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ടാൻ എടുത്ത് ആ രീതിയിലും കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഈ √2 മൈനസ് 1 എന്ന ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കും. ഈ ഫിഗർ തന്ന സ്ഥിതിക്ക് അങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ലത്. പക്ഷേ ഇതിവിടെ നമുക്ക് ടെറ്റ് എക്സാമിനേഷൻ ആയതുകൊണ്ടും നമുക്ക് ടാൻ 2θയുടെ ഫോർമുലയായിട്ട് ഫെമിലിയർ ആയതുകൊണ്ടുമൊക്കെ ഇതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കിട്ടും. ഓക്കെ, ഇത്രയും കാര്യമാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തത്, വാട്ട് ഈസ് ദ സെൻറ്റർ ഓഫ് ദ സർക്കം സർക്കിൾ ഓഫ് ദ ട്രയാങ്കിൾ? ഈ കോർഡിനേറ്റ്സ് നോക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇതൊരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ കോർഡിനേറ്റ്സ് ആണ്. കാരണം ഇത് 7 4 7 6. ഇപ്പോൾ 7 4 7 6 ഇത് 3 കണ്ടോ, ഇത് 3 4 ആണ്. അപ്പുറത്തേക്കല്ലല്ലോ വരക്കണ്ട്, ഇപ്പുറത്തെ സൈഡിലേക്കാണ് വരക്കേണ്ടത്. എത്ര? ഇത് 7 4 7 6 7 4 7 6. അടുത്ത് 3 4 ആണ് കണ്ടോ, 3 4. ഇങ്ങനെ ഒരു റൈറ്റ് ട്രയാങ്കിൾ കാണാം കണ്ടോ. തീർച്ചയായിട്ടും റൈറ്റ് ട്രയാങ്കിളാണ്. അപ്പോൾ ഇതിൻ്റെ മിഡ് പോയിൻ്റ് ആണ് സർക്കം സെൻറ്റർ. കാരണം റൈറ്റ് ട്രയാങ്കിളിൻ്റെ സർക്കം സർക്കിളിൻ്റെ സെൻറ്റർ ഹൈപ്പോട്ടനസിൻ്റെ മിഡ് പോയിൻ്റാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ മിഡ് പോയിൻ്റ് കാണുന്ന കാര്യം നമുക്ക് ഫെമിലിയർ ആണ്. 5 5. ഓക്കെ, അടുത്തത് 9ാമത്തെ ചോദ്യം. ഈ തന്നിരിക്കുന്ന സർക്കിളിൽ റേഡിയസ് 3 ആയ സർക്കിളാണ് നമുക്ക് വേണ്ടത്. അത് എക്സ് ആക്സിസിനെയും വൈ ആക്സിസിനെയും ടച്ച് ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് എക്സ് ആക്സിസിനെയും വൈ ആക്സിസിനെയും ടച്ച് ചെയ്യുന്ന ഈ സർക്കിളിൻ്റെ റേഡിയസ് 3 ആണെങ്കിൽ അതിൻ്റെ സെൻറ്റർ 3 3 ആയിരിക്കും എന്ന് ഉറപ്പാണ്. 3 3 ആണെന്ന്
കൃത്യമായിട്ട് നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എക്സ് മൈനസ് 3 ഹോൾ സ്ക്വയേർഡ് പ്ലസ് y മൈനസ് 3 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 3 സ്ക്വയർ എന്ന് കിട്ടും. ഇത് സിംപ്ലിഫൈ ചെയ്തൊന്ന് മനസ്സിൽ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ കാണാം എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 6x മൈനസ് 6y പ്ലസ് 18 ലെഫ്റ്റ് സൈഡിലുണ്ടാവും. അപ്പുറത്തുനിന്ന് 9 ഉണ്ടല്ലോ, 3 സ്ക്വയറിൻ്റെ 9 ഇപ്പുറത്തേക്ക് വരുമ്പോഴേക്കും പ്ലസ് 9 മാറും. അത് 18 ഇപ്പുറത്തുണ്ടല്ലോ. അപ്പം അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആൻസർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 6x മൈനസ് 6y പ്ലസ് 9 ഇസ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഇത്രയും കാര്യങ്ങളാണ് KSTയുടെ പേപ്പറിൽ ഉള്ള ആ മാത്തമാറ്റിക്കൽ പാർട്ട്. അതിൽ ഒരു ചോദ്യം ബോധപൂർവം ഞാൻ മിസ് ചെയ്തിരിക്കുകയാണ്. ഒരു റേഷ്യോയുമായിട്ട് ആ പ്രോബ്ലത്തിന് എന്തോ ഒരു എറർ കാണുന്നുണ്ടത്, അതിലേക്ക് പ്രോസസ്സ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. പിന്നെ 1-2 കറക്ഷൻസ് അവിടെയൊക്കെ ഒരു സ്ഥലത്ത് ഒരു എക്സ് ആക്സിസ് എന്നുള്ളൊരു വാക്കുണ്ടായിരുന്നു, അതിനെ വൈ ആക്സിസ് ആക്കിയിട്ടാണ് ആൻസർ ചെയ്തിരിക്കുന്നത്. മറ്റൊരു കറക്ഷൻ നിർദ്ദേശിച്ചിരുന്നത് എന്താണ്, വേറൊരു സ്ഥലത്ത് ഇതുപോലത്തെ ഒരു കറക്ഷൻ ഉണ്ടായിരുന്നു. ആ കറക്ഷൻ ഇൻറ്റീരിയർ ആംഗിളും എക്സ്റ്റീരിയർ ആംഗിളിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു, അത് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറ്റിയിട്ടുണ്ട്. ഇതൊക്കെ സ്വാഭാവികമായിട്ടൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാറുള്ള ചെറിയ വളരെ മൈന്യൂട്ടായ ചില കാര്യങ്ങളാണ്. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു സീരീസിലുള്ള വീഡിയോസ് അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു കാര്യവും കൂടി പറയാനുള്ളത്, ഇപ്പോൾ ടെറ്റ് എക്സാമിനേഷന് വേണ്ടി ഒരുങ്ങുന്ന എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊള്ളുന്നു. നമസ്കാരം.